course to study. But no, we are here with a definite purpose. We are here with a definite purpose of God. We are not here as migrants, but we are here as missionaries. ഭാരതത്തിൽ നിന്ന് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ലഭിച്ച, അഭിഷേകം ലഭിച്ച, അയക്കപ്പെട്ട മിഷണറിമാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇന്ന് ഈ ആമുഖത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട സത്യം ഇതാണ്. Let us not think that we are just migrants. Let us realize the fact that we are filled with God's purpose and power to be His missionaries. ഈ പ്രദേശത്ത് ദൈവത്തിന്റെ മിഷണറിമാരായി വേല ചെയ്യുവാൻ നിയോഗം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് കൺഫർമേഷൻ സർവീസ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വിഷയം സ്റ്റീവേർഷിപ്പ് എന്നുള്ളതായിരുന്നു. സ്റ്റീവേർഷിപ്പ് സൺഡേ എന്നുള്ളതാണ്. സ്റ്റീവേർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പണത്തെ കുറിച്ചാണ്, റിസോഴ്സസിനെ കുറിച്ചാണ്. നോ, God has placed us here as custodians of this nation and of the people here. ഇവിടെ വസിക്കുന്ന ജനങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ സ്റ്റീവേഴ്സ് കൂടെയാണ് ഞാനും നിങ്ങളുമെങ്കിൽ 10 വർഷക്കാലം, 25 വർഷക്കാലം, 30 വർഷക്കാലം, 40 വർഷക്കാലം, 50 വർഷക്കാലം ഇവിടെ സേവനം ചെയ്ത് ഞാനും നിങ്ങളും ഒരിക്കൽ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ we are accountable. ദൈവം ചോദിക്കും, ഞാൻ നിന്നെ യൂറോപ്പിന്റെ മണ്ണിലേക്ക് അയച്ചു. What did you do for me? Did you share the love of God? Did you share my love? വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും എന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ ഇടയായോ എന്ന് തമ്പുരാൻ ചോദിക്കുമ്പോൾ നാം ആരും വിളിഭ്യരായി നിൽക്കരുത്, തലകുനിച്ച് നിൽക്കരുത്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ നിന്റെ കൃപയാൽ അത് സാധിച്ചു എന്ന് പറയാൻ, അഭിമാനത്തോടെ പറയുവാൻ ഇതാണ് അവസരം. So let us use our time here in the UK and Ireland to remain as missionaries of God rather than as migrants from India. ഇന്ന് നമ്മൾ കൺഫർമേഷൻ ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. അതിനടിസ്ഥാനമായ വേദഭാഗങ്ങളൊക്കെ വായിച്ചു കേട്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 വാക്യം, Gospel according to Saint John chapter 14 verse 15 കുറിവാക്യമായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. If you love me, you will keep my commandments. If you love me, you will keep my commandments. ഈ കൺഫർമേഷൻ ദിനത്തിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കൺഫർമേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ ഓർമ്മകൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരം കൂടെയാണ്. 2 things happen here during this confirmation service. ഒന്ന്, the candidates, ഈ 5 പേര്, they are confirming. And what does that mean? They are going to renew the promises that their godparents had made during their baptism. അവരുടെ ബാപ്റ്റിസത്തിന്റെ സമയത്ത്, ബപ്തിസ്മയുടെ സമയത്ത് ഇവർക്ക് വേണ്ടി ജ്ഞാനമാതാപിതാക്കൾ എടുത്ത ഉടമ്പടികൾ, ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടികൾ, അത് ഇവർ ഇവിടെ സ്വന്തം ബോധത്താൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഏറ്റുപറയുവാൻ, പ്രഖ്യാപിക്കുവാൻ പോവുകയാണ്. In front of God, in front of this congregation, all these 5 children of God, they are going to proclaim no to sin, no to world, no to Satan, but to God. ഇത് നടക്കുന്ന ഒരു സംഗതി ഇതാണ്. They are going to affirm their faith in God. They are going to affirm their love towards God and going to say no to sin, no to world, no to Satan, but to God. രണ്ടാമത് സംഭവിക്കുന്നത് God confirms. അതായത് God is going to send His Spirit and strengthen them to fulfill the promises that they make. കൈവെപ്പിനാൽ അവർ അനുഭവിക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം. So God is going to confirm, God is going to strengthen living, God is going to strengthen Manna, God is going to strengthen Manu, Neha and Sandra to fulfill the promises that they make.
ഈ കൈവെപ്പിൽ പങ്കെടുക്കുന്ന അലസച്ചനും ഈ 5 പേരും നമ്മളെല്ലാവരും ബലഹീനരാണ്. So it doesn't matter who does that. It is not the human agent that matters. It is the divine spirit that matters. നിങ്ങളുടെ മേൽ ഇത് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവ്, അതാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇവിടെ സംഭവിക്കുവാൻ പോകുന്ന അഫർമേഷൻ ഇതാണ്. In one sentence, you are going to proclaim that you will love Christ alone. പത്രോസിനോട് ഉയർപ്പിന് ശേഷം യേശു ചോദിച്ച ചോദ്യമാണ്, Do you love me more than this? ഈ വള്ളത്തേക്കാൾ വലയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? Do you love me more than this? ഈ നിൽക്കുന്നവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? The same question is being repeated today. Do you love me more than this? ഇന്ന് കർത്താവ് ഇവിടെ ഇരിക്കുന്ന 5 പേരോടും നമ്മളോടും ചോദിക്കുകയാണ്, Do you love me more than this? നമ്മുടെ പഠനത്തെക്കാൾ, നമ്മുടെ ജോലിയേക്കാൾ, നമ്മുടെ സ്വപ്നങ്ങളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കാം എന്ന പ്രയോറിറ്റൈസ് ചെയ്യുന്ന നിമിഷങ്ങളാണ് ഈ കൺഫർമേഷന്റെ നിമിഷങ്ങൾ. അങ്ങനെ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഓക്കെ, ഇഫ് യു ലവ് മീ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ലവ് ഈസ് നോട്ട് എ ഫീലിംഗ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇഫ് യു ലവ് മീ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലവ് ഈസ് നോട്ട് എ ഫീലിംഗ്, ലവ് ഈസ് എ verb. സ്നേഹം എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്, ഇതൊരു ക്രിയയാണ്. Love is an action. And how do we act love? യേശു പറയുന്നു, if you love me, it's not a feeling, it's an action, and the action is to obey me. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. If you love me, you will keep my commandments. ആ വാക്യം വളരെ സിമ്പിൾ ആയി തോന്നിയേക്കാം. And the meaning is very clear. That verse does not need any interpretation. It's very clear. If you love me, obey me. വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ കൽപ്പനകളുടെയും അനുസരണം നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ എടുക്കുന്ന കൽപ്പനകളെ കുറിച്ചൊക്കെ ഇന്നലെ ജേക്കബ് തോമസ് അച്ഛനിലൂടെ നിങ്ങൾ ശ്രമിച്ചതാണ്, ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Just I am running through those 3 important things that you decide today. One, will you strive to respond to this great love of God by a life of joyful obedience to Him and of love and care for others? ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹമായി നിങ്ങൾ നിർവഹിക്കുമോ? രണ്ടാമത്, will you keep God's holy will and commandments and walk in them all the days of your life? ഇന്നലെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ച പാട്ട് യോ 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 എന്ന് ആരംഭിക്കുന്ന ഒരു പാട്ട്. ആ പാട്ടിന്റെ അർത്ഥം ഇതാണ്: It's Sunday, it's Monday, it's Tuesday, it's Wednesday, it's Thursday, it's Friday and Saturday. Every day we have a relationship with God. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഒരു ദിവസം പോലും കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തിന്റെ വഴികളിൽ, കർത്താവിന്റെ വഴികളിൽ സഞ്ചരിക്കും. And the third one is equally important. Will you be a faithful member of this congregation, share in its worship and ministry through your prayers and gifts, your study of the Bible and service, and so fulfill your calling to be a disciple of Jesus Christ? ദേവാലയത്തെയും ഈ ദേവാലയത്തിലും നമ്മുടെ ദേവാലയങ്ങൾ നടത്തപ്പെടുന്ന സക്രമന്തികളെയും വളരെ ഭയഭക്തിയോടെ കാണുവാനും അതിൽ പങ്കാളികളായി തീരുവാനും നമുക്ക് സാധിക്കണമെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഇന്നെടുക്കുന്ന ഉടമ്പടി is very important. This is not just for today. ഇന്നത്തേക്ക് മാത്രമല്ല. ഇവിടെ തിരുവത്താഴം ആചരിക്കുന്ന എല്ലാ സമയങ്ങളിലും you ought to come to the church. You ought to come to the church and kneel before the altar and participate in His table of grace. ഇവിടെ കമ്മ്യൂണിയൻ നുറുക്കി നൽകുന്നത് ഒരിക്കലും പട്ടക്കാരനല്ല. പുരോഹിതൻ is insignificant. പുരോഹിതൻ ആരുമല്ല. ഇവിടുത്തെ പുരോഹിതൻ ഒരാൾ മാത്രമാണ്, യേശു മാത്രമാണ്. The only priest, high priest
priest is Jesus Christ. അപ്പോൾ ഇവിടെ ഓരോ ഞായറാഴ്ചയും നുറുക്കപ്പെടുന്ന അപ്പം അത് ഭക്ഷിക്കുവാൻ, ആ ശരീരത്തിന്റെ രക്തത്തിന്റെ ഭാഗമായി തീരുവാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആരാണ്? യേശുവാണ്. യേശു ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നെവർ സേ നോ ടു ദാറ്റ് ഇൻവിറ്റേഷൻ. നമ്മൾ ഇനി വളരുമ്പോൾ, ഞാൻ ഇവരോട് സൂചിപ്പിച്ചതാണ്, നമ്മൾ വളരുമ്പോൾ നമുക്കൊരു പക്ഷേ അച്ഛനുമായി ഡിസഗ്രിമെന്റ്സ് ഉണ്ടായേക്കാം, കോൺഗ്രിഗേഷൻ മെമ്പേഴ്സുമായി ഡിസഗ്രിമെന്റ്സ് ഉണ്ടായേക്കാം. പക്ഷേ ഇന്നെടുക്കുന്ന ഉടമ്പടി അച്ഛനുമായിട്ടല്ല, കോൺഗ്രിഗേഷനുമായിട്ടല്ല, ഇന്നത്തെ ഉടമ്പടി ദൈവവുമായിട്ടാണ്, ക്രിസ്തുവുമായിട്ടാണ്. ഇന്നെടുക്കുന്ന ഉടമ്പടി ക്രിസ്തുവുമായിട്ടാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും never, never, never ignore and deny the invitation of our Lord Jesus Christ, who has given his blood and life to express his love to us. കർത്താവിനെ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഇന്നെടുക്കുന്ന തീരുമാനം is very important. ജീവിതകാലം മുഴുവൻ കർത്താവ് ക്ഷണിക്കുമ്പോൾ ഈ അത്താഴയിലേക്ക് വന്ന് മുട്ടുമടക്കുവാൻ, ആ തിരു ശരീരക്തം ഭയഭക്തിയോടെ കൈക്കൊള്ളുവാൻ ഇടയാകണം. ജീസസ് is the high priest. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, ആ വാക്യം ഞാൻ പറഞ്ഞു, ഇറ്റ് ലുക്സ് വെരി സിമ്പിൾ. പക്ഷേ ആ വാക്യം യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ അവർ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ we need to go back to that context. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിക്കാൻ സാധിക്കും. ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ വേഴ്സസ് 1 to 18 of chapter 1, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രൊലോഗ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ എപ്പിലോഗ്, അവസാന ഭാഗം 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് ഈ പുസ്തകത്തെ രണ്ടായി തിരിക്കാം. ബുക്ക് ഓഫ് സയൻസ്, സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് മിറക്കിൾസ്, യേശു ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, 2-ാം അധ്യായം 1 മുതൽ 12-ാം അധ്യായം 50 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് ദ സെക്കൻഡ് ബുക്ക് ഈസ് ബുക്ക് ഓഫ് ഗ്ലോറി, യേശുവിന്റെ പാഷൻ, യേശുവിന്റെ ഗ്ലോറി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 13-ാം അധ്യായം 1 മുതൽ 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വരെ. And inside, within that book of glory, you see Jesus celebrating the Last Supper. Jesus' last discourse, the upper room discourse, his crucifixion and his resurrection. ആ ഭാഗത്ത് ഉൾപ്പെടുന്ന 14-ാം അധ്യായത്തിൽ യേശുവിന്റെ ലാസ്റ്റ് ഡിസ്കോഴ്സ്, the upper room discourse, അതിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. If you love me, you will keep my commandments. സത്യത്തിൽ ആ 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു പറയുകയാണ്, believe in God and believe in me. അത് പറയാനുള്ള കാരണം എന്തായിരുന്നു? യേശുവിന്റെ അപ്പർ റൂം ഡിസ്കോഴ്സിൽ യേശു പറയുകയാണ്, ശരി, 3.5 വർഷക്കാലം we were together. You were with me, I was with you, but now I am going to leave you. In this upper room discourse, Jesus is introducing his imminent, ഉടനെ സംഭവിക്കുവാൻ പോകുന്ന അവന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു സൂചിപ്പിക്കുകയാണ്. He is pointing out his imminent departure. തകർന്നുപോയി ശിഷ്യന്മാർ. ഈ 3.5 വർഷക്കാലം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഗുരു, റബി, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണോ? No, we can't accept. We are completely troubled. തീർന്നില്ല. യേശു കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുത്തു. One among you will betray me. ആരാ? തീർന്നില്ല. One among you will deny me. Peter, you will deny me. തകർന്നുപോയി. They are completely troubled. അവർ തകർന്നുപോയി. അപ്പോൾ യേശു പറയുകയാണ്, do not be troubled. നിങ്ങൾ കലങ്കപ്പെടേണ്ട, നിങ്ങൾ ഹൃദയം കലങ്ങണ്ട. Believe in God and believe in me. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ഞാൻ പോകുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങളെ വിട്ടേച്ചു പോവുകയല്ല. Believe me, believe in me. യേശു പറയുകയാണ്. യേശു പറയുന്നു, ആ 14-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യം, in my father's house there are many dwelling places. If it were not so, would I have told you that I go to prepare a place for you? And if I go and prepare a place for you, I will come again and will take you to myself, so that where I am, there you may be also. നമ്മൾ സാധാരണ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്.
But that is not the case. യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി ഭവനമൊരുക്കാൻ പോകുന്നു. ഈ ഭവനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയാൽ it is the place where God dwells. ദൈവം വസിക്കുന്ന ഇടമാണ് ഭവനം എന്ന് പറയുന്നത്, ഹൗസ് എന്ന് പറയുന്നത്. യേശു തന്നെ പലയിടങ്ങളിലും സ്വന്തം ശരീരത്തെ ഭവനമായി പ്രഖ്യാപിക്കുകയാണ്. You are the temple of God. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ് ദൈവം വസിക്കുന്ന ഭവനങ്ങൾ. അപ്പോൾ യേശുവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ദൈവവുമായി നഷ്ടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധം, ശിഥിലീകരിക്കപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധം ഇനിയും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ I need to receive you to myself. വീട്ടിലേക്കല്ല, to myself. യേശു പറയുന്നത് to himself. യേശുവിലേക്ക് റിസീവ് ചെയ്യണം. And for that he need to go through crucifixion and resurrection so that he could receive you into the relationship with God. Heaven is not about a place after our death. Heaven is about a constant relationship with God. അത് മരണാനന്തരം ആരംഭിക്കുന്ന ഒന്നല്ല, ഇന്നിവിടെ ആരംഭിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. Heaven is beginning today here. And you are into that heaven. ഓർക്കുക, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകുവാൻ നിങ്ങൾക്കിടയാകണം. അതാണ് സ്വർഗീയമായ അനുഭവം. ദൈവം വസിക്കുന്ന ഇടം, ദൈവം വസിക്കുന്ന ആലയങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറേണ്ടത് ആവശ്യമാണ്. ഇത് യേശു അവരെ വിട്ടുപോകും എന്നവര് വരണ്ടിരിക്കുമ്പോഴാണ് യേശു പറയുന്നത്. ഇത് ആദിമ സഭയുടെ കോണ്ടെക്സ്റ്റ് എഴുതപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഈ പുസ്തകം എഴുതപ്പെടുന്നത് 80-90 വർഷങ്ങളിലാണ്. അന്ന് എഴുതപ്പെടുമ്പോൾ സഭ മുഴുവൻ പീഡനം അനുഭവിക്കുകയാണ്. യോഹന്നാൻ തന്നെ പത്മോസ് ദ്വീപിലേക്ക് എക്സൈൽഡ് ആയി പോയി നമുക്കറിയാം. John is the representative of the persecuted church, and the persecuted church is saying that we will believe in you. The persecuted church is saying we will love you. We will not love and believe in Roman Empire. We will not believe in Caesar. We will not believe in their privileges, their rights. But even if they deny our rights, even if they persecute us, even if they kill us, we proclaim that we will believe in you as a Lord and God, and we will love you alone, and we will obey your commandments and not Caesar's commands. We will not obey Caesar's commands. Caesar പറഞ്ഞു, Caesar ആണ് ദൈവം. Caesar പറഞ്ഞു അവനെ മാത്രമേ ആരാധിക്കാവൂ. No, we are not going to worship him. We are going to worship Christ. ആദിമ സഭയുടെ വിശ്വാസ പ്രമാണം നിഖ്യാ വിശ്വാസ പ്രമാണവും അപ്പോസ്തല വിശ്വാസ പ്രമാണവും ഒന്നുമല്ലായിരുന്നു. 3 വാക്കുകളായിരുന്നു. Jesus is Christ. The first creed of the early church was Jesus is Christ. Caesar അല്ല, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം is very important. ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും always remember, today you are making a decision to say no to sin, no to world, no to Satan, but to God. ഞാൻ മദ്രാസ് ഇടവകയിൽ സേവനം ചെയ്യുമ്പോൾ അവിടെ ഒരു യൂത്ത് ഉണ്ടായിരുന്നു. her name is Annie. Annie ഒരു ടെസ്റ്റിമണി പറഞ്ഞു ഓർക്കുന്നുണ്ട്. and she said this testimony in response to a question. മറ്റൊരു യുവാവ് ചോദിച്ച ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഡിലമാസ് വരുമ്പോൾ എന്ത് ചെയ്യും? And then she said she was working in a multinational company. മൾട്ടിനാഷണൽ കമ്പനിയിൽ ആ കോർപ്പറേറ്റിൽ ടീംസ് ആയിട്ട് ഓരോരുത്തരെയും തിരിച്ചിട്ടുണ്ട്. ടീം ലീഡർ ഇടയ്ക്ക് പറയും, we are going to relax, we are going to go to a pub and we are going to enjoy ourselves. കാരണം ഇത്രയും സ്ട്രെയിൻ ഉള്ള ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ it is important that we relax. അപ്പോൾ ആനിയുടെ ടേബിളിൽ ഇൻവിറ്റേഷൻ വന്നു. ഈ വീക്കെൻഡ് we are going to a pub and we are going to relax and enjoy ourselves. സൺഡേ സ്കൂളിൽ പഠിച്ച ആനിക്ക്, കൺഫർമേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആനിക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. She didn't know what to do. She just prayed. പ്രാർത്ഥിച്ചതിന് ശേഷം എന്തും വരട്ടെ, ജോലി തെറിച്ചാലും കുഴപ്പമില്ല,
she said no. I will not come. I will not come. എന്റെ തമ്പുരാനെ വേദനിപ്പിക്കുന്ന ഒരു കർമ്മം ഞാൻ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ നോട്ട് ടു വേൾഡ്, നോട്ട് ടു സിൻ, നോട്ട് ടു സേറ്റൻ പറഞ്ഞതാണെങ്കിൽ ഇനിയും ഞാൻ ഇതുവഴിയെ പോവുകയില്ല. ഡിറ്റർമിനേഷൻ. പോയില്ല. ഒരാഴ്ച കഴിഞ്ഞു അവളുടെ ടേബിളിൽ ലെറ്റർ വന്നു. ടെർമിനേഷൻ. ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. But even then she was happy. I did not hurt my Lord who gave his life for me. വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ she got a placement in another company. And she says, it is all about the difference between a 3-lettered word and a 2-lettered word. ജീവിതത്തിൽ ഡിലമ ഉണ്ടാകുമ്പോൾ yes, no. Determined. ആര് പ്രലോഭിപ്പിച്ചാലും ആര് നമ്മളെ സമ്മർദ്ദം ചെലുത്തിയാലും remember to say no to sin, no to world, no to Satan, but to Christ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 1864 ജനിച്ച ഒരു മനുഷ്യന്റെ പേരാണ് വില്യം റാൽഫ് ഫെതർസ്റ്റോൺ. ഈ വില്യം റാൽഫ് ഫെതർസ്റ്റോൺ അവന്റെ ചെറുപ്രായത്തിൽ മെത്തഡിസ്റ്റ് ചർച്ചിൽ പോകുമായിരുന്നെങ്കിലും he always strayed away from God. പള്ളിയിൽ ആരാധന പങ്കെടുക്കും, പ്രസംഗം കേൾക്കും, but nothing happened to him, nothing transformed him. അവന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1876 അതേ പള്ളിയിൽ അതേ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെട്ടു. And he stood up and said, from this day onwards, I am Christ and Christ you are mine. ഇത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഓത്താണ്. I am yours and you are mine. അവൻ പറഞ്ഞു, കർത്താവേ ഇനിയും ഞാൻ നിന്റേത്, നീ എന്റേത്. 27 വയസ്സിൽ അവൻ മരിച്ചു. പക്ഷെ ആ 27 വയസ്സ് വരെ അവൻ എടുത്ത ആ തീരുമാനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. അവന്റെ ജീവിതത്തിൽ എത്ര പ്രലോഭനങ്ങൾ വന്നിട്ടും എത്ര സമ്മർദ്ദങ്ങൾ വന്നിട്ടും ഒരിക്കലും അവൻ വീണില്ല. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുതിയ ഒരു പാട്ടും അതിന്റെ വരികളും ലോകപ്രസിദ്ധം ആയി. ആ പാട്ടിന്റെ അവസാനത്തെ ചരണം നമുക്ക് അറിയാവുന്ന പാട്ടാണ്. അവസാനത്തെ ചരണം ഇങ്ങനെയാണ്: അനന്ത പ്രബോധമോടെ സ്വർഗത്തിൽ വണങ്ങിക്കൊണ്ടാടും നിന്നെ എന്നേക്കും ഞാൻ പാടിടും മിന്നും മുടിവെച്ചങ്ങ് എപ്പോൾ സ്നേഹിച്ചോ ആയതിപ്പോൾ തന്നെ. എ വെരി മീനിങ്ഫുൾ സോങ്. അതിൽ വില്യം ഫെതർസ്റ്റോൺ പറയുകയാണ്, ഞാൻ സ്നേഹിക്കും ജീവമരണങ്ങളിൽ, ഞാൻ ജീവിക്കും നാൾ എന്നും വാഴ്ത്തും നിന്നെ. എൻ ഗാനം അന്ത്യമായി പോകുമ്പോഴും എപ്പോൾ സ്നേഹിച്ചോ ആയതുപോലെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, the whole congregation, particularly Libin, Manna, Manu, Neha and Samda. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ജീവിച്ചാൽ ക്രിസ്തുവിന്, മരിച്ചാലും ക്രിസ്തുവിന്. To live is Christ, to die is Christ. ജീവിതത്തിൽ മരണത്തിൽ ഞാൻ ജീവിക്കും നാളെന്നും നിന്നെ മാത്രം സ്നേഹിക്കും. ആ ഒരു തീരുമാനവുമായി ഇവിടെ നിന്ന് പോകുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ആ ഒരു സമർപ്പണത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയാകട്ടെ. To love is not a feeling, to love is a word, and that word is to obey God and not the worldly empires, not Caesar, not the worldly pleasures. Always remember that we all say no to sin, no to world, no to Satan, but to Christ. We are here not as migrants, we are here as missionaries. കണ്ണുകൾ വയ്ക്കാം, പ്രാർത്ഥിക്കാം. ആ പാട്ടിൻ്റെ ചില ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ഞാൻ ജയിക്കും ജീവമാരണങ്ങളിൽ, ഞാൻ ജീവിക്കും നാ
പോകുമ്പോഴും എപ്പോൾ സ്നേഹിച്ചു ആയതിപ്പോൾ തന്നെ എൻ യേശു എൻ പ്രിയൻ എനിക്കുള്ളോ നീ നിൻ പേർക്കു വേണ്ടിയൊന്നു പാപോല്ലാസം എൻ കാരുണ്യ വീണ്ടെടുപ്പു രക്ഷ നീ എപ്പോൾ സ്നേഹിച്ചു ആയതി നമുക്ക് എഴുന്നേറ്റ് കേൾക്കാം. My Jesus, I love thee, I know thou art mine. For thee all the follies of self I resign. My gracious Redeemer, my Savior art thou. If ever I love thee, my Jesus, 'tis now. If ever I love thee, my Jesus, it is now. We are nothing. You are everything. We know nothing, but you know everything. We are weak. You are our strength. We are empty. Fill us with your spirit and power. We are lonely. We are insignificant. We are deserted and isolated. Look at us. Gracious God, give us your grace. Help us to say and fulfill our promises. No to sin. No to world. No to Satan. But to you. To you, our Lord and Savior. We are not worthy for your love, but you have embraced us with the warmth of your divine love. You have given your only Son to give his life and blood for us. We come to the foot of the cross. With the same eyes that looked upon Zacchaeus. With the same eyes that looked upon that woman who had sinned for years. With the same eyes that looked at that thief on the cross. Look at us. Oh Lord, please. We want to adhere to your love. ആ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ഈ 5 സഹോദരങ്ങൾ, നിന്റെ ഈ 5 മക്കൾ, അവർ നിന്റെ ഭവനത്തിലേക്ക് നിന്നിലേക്ക് വരുമ്പോൾ
നീ അവരെ ഇന്ന് കെട്ടിപ്പിടിച്ചുമ്മ വെക്കണമേ. അവർക്കും ഞങ്ങൾക്കും അതിലപ്പുറമായി ഒന്നും വേണ്ട. Hug us, embrace us, and whisper in our ears, my son, my daughter, I love you so much. Do you love me? If you love me alone, and love me alone, and love me alone. Amen. ഇപ്പോൾ പിതാവാ ദൈവത്തിനും പുത്രനാ ദൈവത്തിനും പരിശുദ്ധ സർവ്വബഹുമാനമൊക്കെ കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.